വലതുപക്ഷത്തോടാണ് പൊതുവെ കൂറെങ്കിലും ഇടതുപക്ഷത്തെയും വിജയിപ്പിച്ച് വിസ്മയിപ്പിച്ച ചരിത്രവുമുണ്ട് ചാലക്കുടി എന്ന പഴയ മുകുന്ദപുരത്തിന്. ചാലക്കുടി പുഴയുടെയും പെരിയാറിന്റെയും കരകളിൽ 2 ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്ന മണ്ഡലം 2009 മണ്ഡല പുനർനിർണയത്തിന് ശേഷം 2 തവണ കോൺഗ്രസും 1 തവണ LDFും ചാലക്കുടിയിൽ വിജയിച്ചു. രാഷ്ട്രീയ ബലാബലത്തിനായി വീണ്ടും കാഹളം മുഴങ്ങുമ്പോൾ ആരായിരിക്കും ചാലക്കുടി പിടിക്കുക എന്നത് സസ്പെൻസ്. 1952 ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊടുങ്ങല്ലൂർ മണ്ഡലത്തിന്റെ ഭാഗമായിരുന്നു ചാലക്കുടി. കോൺഗ്രസിലെ KT അച്യുതനായിരുന്നു വിജയി. 1957 മുകുന്ദപുരം മണ്ഡലം നിലവിൽ വന്നു. ആദ്യ ജയം CPIയിലെ നാരായണൻകുട്ടി മേനോന്. 1962 പനമ്പിള്ളി ഗോവിന്ദ മേനോനിലൂടെ ആരംഭിച്ച കോൺഗ്രസ് ജയം 1977 വരെ തുടർന്നു. 1980 ഈ ബാലാനന്ദനിലൂടെ LDF വിജയം നേടി. 1984 മുതൽ 1999 വരെ കോൺഗ്രസ് വിജയം ആവർത്തിച്ചു. 2004 ലോനപ്പൻ നമ്പാടനെ സ്വതന്ത്രനാക്കി LDF മണ്ഡലം പിടിച്ചെടുത്തു. 2009 ചാലക്കുടിയെന്ന് മണ്ഡലത്തിന്റെ പേരു മാറിയപ്പോൾ കോൺഗ്രസിലെ KP ധനപാലനാണ് വിജയിച്ചത്. 2014 സിനിമാ താരം ഇന്നസെന്റിലൂടെ LDF തിരിച്ചുപിടിച്ചു. 2019 ഇന്നസെന്റിനെ തോൽപ്പിച്ച് ബെന്നി ബെഹനാൻ UDF കൊടിനാട്ടി. ബെന്നി ബെഹനാനെ അല്ലാതെ മറ്റൊരാളെ പരീക്ഷിക്കാൻ കോൺഗ്രസ് തയ്യാറായിരിക്കില്ല. സാമുദായിക സമവാക്യങ്ങൾ പാലിക്കുന്നതിനും ബെന്നി ബെഹനാൻ മത്സരിക്കുന്നതാണ് നല്ലതെന്ന നിലപാടിലാണ് നേതൃത്വം. ഒരു MP എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെ സംബന്ധിച്ചും വികസന കാര്യങ്ങളിൽ ഒരു MPയുടെ നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ചും കേരളത്തിലെ ഏറ്റവും നല്ല MPയായി പ്രിയപ്പെട്ട ശ്രീ ബെന്നി ബെഹനാന് മാറാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടിയുടെ പാരമ്പര്യം കാത്തുസൂക്ഷിച്ചുകൊണ്ട് വീണ്ടും ഐക്യ ജനാധിപത്യ മുന്നണി ഉജ്ജ്വല വിജയം ആവർത്തിക്കും. ലോനപ്പൻ നമ്പാടനും ഇന്നസെന്റും നേടിയതുപോലെ അട്ടിമറി വിജയം ലക്ഷ്യമിട്ടാണ് LDF കരുനീക്കങ്ങൾ. തൃശൂരിന്റെ അലയൊലിയാണ് BJP ചാലക്കുടിയിൽ പ്രതീക്ഷിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എറണാകുളത്തും തൃശൂരിലും നടത്തിയ റോഡ് ഷോകളും കേന്ദ്ര സർക്കാർ നേട്ടങ്ങളും അനുകൂല സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് BJP നേതാക്കൾ വിലയിരുത്തുന്നു. നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരുമെന്ന് ഉറപ്പായ സാഹചര്യത്തിൽ കേരളത്തിൽ അതിനനുകൂലമായ മാറ്റമുണ്ടാകുന്ന സമയത്ത് ചാലക്കുടി ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യം വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പാർട്ടിയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഭാഗത്തുനിന്ന് ആരംഭിച്ചു കഴിഞ്ഞു. ബൂത്ത് തല പ്രവർത്തനം എല്ലാ മേഖലയിലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. തീരദേശ ജനതയുടെ മുതൽ മലയോര കർഷകരുടെ വരെ പ്രശ്നങ്ങളും വികസനവും രാഷ്ട്രീയത്തിനു പുറമെ ചാലക്കുടിയിൽ പ്രചരണായുധമാകും. എറണാകുളം ജില്ലയിലെ കുന്നത്തുനാട്, പെരുമ്പാവൂർ, ആലുവ, അങ്കമാലി, തൃശൂർ ജില്ലയിലെ കയ്പമംഗലം, ചാലക്കുടി, കൊടുങ്ങല്ലൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങളാണ് ചാലക്കുടിയിലുള്ളത്. 3 LDFും 4 UDF MLAമാരുമാണ്. ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ടർ. ലോനപ്പൻ നമ്പാടൻ വിജയിച്ചു കയറിയ P ഗോവിന്ദപിള്ളയെ പരാജയപ്പെടുത്തി AC ജോസി വിജയിച്ചു കയറിയ 7 തവണ UDFിന് അനുകൂലമായി വിധിയെഴുതിയ മുകുന്ദപുരവും 2 തവണ UDFിന് അനുകൂലമായി വിധിയെഴുതിയ ചാലക്കുടിയും. അങ്ങനെ ചാലക്കുടി മുകുന്ദപുരം ചാലക്കുടിയായി പരിണമിക്കുമ്പോൾ ഇനി അടുത്ത ഊഴ മാർക്ക് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഉണ്ണി ബാലകൃഷ്ണൻ, ഈ മണ്ഡലം നോക്കുമ്പോൾ ഇപ്പോൾ ലോനപ്പൻ നമ്പാടൻ പത്മജയെ പരാജയപ്പെടുത്തുമ്പോൾ 15% വോട്ടിന്റെ ഡിഫറൻസിലാണ് പരാജയപ്പെടുന്നത്. അതായത് ചാലക്കുടി മണ്ഡലത്തിൽ ഏറ്റവും ഒടുവിൽ ബെന്നി ബെഹനാൻ ഇന്നസെന്റിനെ പരാജയപ്പെടുത്തുന്നതും വലിയ മാർജിനിലാണ്. 13% വോട്ടിന്റെ മാർജിനിലാണ്. 13% വോട്ടിന്റെ മാർജിനാണ് ഇന്നസെന്റിനെ പരാജയപ്പെടുത്തുന്നത്. അപ്പോൾ തന്നെ KP ധനപാലനെ ഇന്നസെന്റ് പരാജയപ്പെടുത്തിയ മണ്ഡലം കൂടിയാണത്. അതെ, അത്ഭുതകരമാണത്. കാരണം വെച്ചാൽ ഇന്നസെന്റ് പോലും, ഞാൻ ആ സമയത്ത് ഇന്നസെന്റ് ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്, ഇന്നസെന്റ് ആ സമയത്ത് എറണാകുളത്താണ്, വിശ്വസിക്കുന്ന പോലും ഇല്ല ഇന്നസെന്റ് അനുകൂലമായ ഒരു തരംഗം കൊണ്ട് ഇന്നസെന്റ് അവകാശപ്പെടുന്നില്ല. ആ സമയത്താണ് ചാലക്കുടിക്കാർ ഇന്നസെന്റിനൊപ്പം വിധി എഴുതിയത്. അതിന്റെ കാരണവും കൂടിയുണ്ട്. തൃശ്ശൂരിൽ നിന്ന് PC ചാക്കോ ചാലക്കുടിയിലേക്ക് വരുന്നു. KP ധനപാലൻ ചാലക്കുടിയിൽ നിന്ന് മണ്ഡലം വെച്ച് മാറിയത് അണികൾക്ക് സുഖിച്ചില്ല. അതാണ് തെരഞ്ഞെടുപ്പ് ചിത്രത്തിലേ ഇല്ല. KP ധനപാലനെ ആയിരുന്നു യഥാർത്ഥത്തിൽ ചാലക്കുടിക്കാർ ഇഷ്ടപ്പെട്ടിരുന്നത്. ധനപാലനെ തൃശ്ശൂരിലേക്ക് മാറ്റി വളരെ സുരക്ഷിതമായ മണ്ഡലം എന്ന് കരുതി PC ചാക്കോ ആന്റി ഇൻകംബൻസി ഉണ്ടായിരുന്നു ശക്തമായിട്ട് ചാക്കോയ്ക്ക് തൃശ്ശൂരിൽ. അത് മറികടക്കാൻ വേണ്ടി ചാലക്കുടിയിലേക്ക് വന്നതാണ്. ചാലക്കുടിക്കാർ ആ ഒറ്റ കാരണത്താൽ ഇന്നസെന്റിനെ വിജയിപ്പിച്ചു. അപ്പൊ ബേസിക്കലി ചാലക്കുടി ഒരു കോൺഗ്രസ് മൈൻഡുള്ള
പക്ഷേ UDF പക്ഷേ മുകുന്ദപുരമായിരുന്നപ്പോഴുണ്ടായിരുന്ന ആ ഒരു അടിത്തറ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ എന്നത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേ മനസ്സിലാവും. നോക്കാം. നമുക്ക് കഴിഞ്ഞ മണ്ഡലങ്ങളിൽ, കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ ചാലക്കുടി മണ്ഡലത്തിന്റെ വോട്ടർമാർ എങ്ങനെയാണ് വിധി രേഖപ്പെടുത്തിയതെന്ന് വളരെ വേഗം നോക്കിയാൽ സ്വിംഗ് നമുക്ക് വ്യക്തമാകും. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് 39.45 ആണെങ്കിൽ പിന്നീട്, അതായത് ഇന്നസെന്റ് പരാജയപ്പെടുത്തുന്ന ഘട്ടത്തിൽ 30.45 ആണെങ്കിൽ അവിടെ നിന്നും 2019 ആകുമ്പോഴേക്കും ബെന്നി ബെഹനാനിലൂടെ വലിയ കുതിപ്പ് നടത്തുന്നുണ്ട്. 8% വോട്ടിന്റെ ഡിഫറൻസ് ആണ് ഉണ്ടാവുന്നത്. 47%ത്തിലേക്ക് ഉയരുന്നു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ 4 നിയമസഭാ മണ്ഡലങ്ങൾ തങ്ങൾക്കൊപ്പം നിർത്താൻ UDFന് സാധിക്കുമ്പോഴും UDFന്റെ വോട്ട് വിഹിതം 40% കുറയുന്നു. അതായത് 2014 ഇന്നസെന്റിന് കിട്ടിയ അതേ വോട്ട് വിഹിതത്തിലേക്ക്, ഇന്നസെന്റിന്റെ സമയത്ത് എതിർ സ്ഥാനാർത്ഥിക്ക് UDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയ അതേ വോട്ട് വിഹിതത്തിലേക്ക് UDFന്റെ വോട്ട് വിഹിതം കുറയുന്നതായി കാണാം. എന്നാൽ അതേസമയം LDFന്റെ വോട്ട് വിഹിതമാവട്ടെ 40.5%-ൽ നിന്ന് 34%-ആയി ബെന്നി ബെഹനാന്റെ പ്രഭാവത്തിൽ കുറയുന്നു. എന്നാൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും പഴയ സ്ഥിതിയിലേക്ക് പോകുന്നു. 41.23%ആകുന്നു. BJPയുടെ വോട്ട് പെർസെൻസ് 10%-ൽ നിന്ന് 15%-ആയി ഉയരുന്നുണ്ടെങ്കിലും BJP സമ്പൂർണ്ണമായി അടിത്തൂൺ പറ്റിയ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 9.99%-ആയി താഴുന്നതായിട്ടും കാണാം. ഈ ഷിഫ്റ്റും സ്വിംഗും വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് 4 നിയമസഭാ മണ്ഡലങ്ങൾ UDF നിലനിർത്തുമ്പോഴും 2019 വോട്ടിംഗ് പാറ്റേൺ UDFന് നിലനിർത്താൻ സാധിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 47-ൽ നിന്ന് 40%-ആയി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് UDFന്റെ വോട്ട് വിഹിതം കുറയുന്നത് കാണാം. കൂടുമോ കുറയുമോ എന്നതാണ് അടുത്ത ചോദ്യം. അതായത് തൃശ്ശൂർ എന്ന് പറയുന്നത് പൂർണ്ണമായും LDFന്റെ കോട്ടയായിരിക്കുമ്പോൾ തൃശ്ശൂരിൽ തന്നെ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന മണ്ഡലം ചാലക്കുടി എന്ന് പറയുന്നത് ഈ പറയുന്ന കോൺഗ്രസിന് അനുകൂലമായി ചിന്തിക്കുന്ന മണ്ഡലം വളരെ കൗതുകരമാണ്. കാരണം വെച്ചാൽ അത് എറണാകുളത്തോടാണല്ലേ കുറച്ചുകൂടി അടുത്ത് കിടക്കുന്നത്. നമ്മൾ എറണാകുളത്തിന്റെ ഒരു സമീപ പ്രദേശമായി ചാലക്കുടിയെ കണ്ടാൽ മതി. നമ്മൾ ആലുവയുടെ അടുത്താണ് ചാലക്കുടിയെ കാണുക. അതെ അതെ, അങ്കമാലിയുടെ അടുത്താണ് ചാലക്കുടി. ശരിയാണ്. ഒല്ലൂരിന്റെ അടുത്തല്ല ചാലക്കുടി എന്ന് പറയും. നമുക്ക് കുറച്ചുകൂടി ഈ ഒരു പ്രോക്സിമിറ്റി തിയറി വെച്ചാണ് എപ്പോഴും നമ്മൾ ചാലക്കുടിയെയും തൃശ്ശൂരിനെയും കാണുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ചാലക്കുടിക്ക് കുറച്ചുകൂടി ഒരു എറണാകുളത്തിന്റെ സ്വഭാവമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മാറിയുള്ള പരീക്ഷണം ഇത്തവണ ആവർത്തിക്കുമോ എന്നറിയാനും ആളുകൾക്ക് കൗതുകം.